യുക്രൈനിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് റഷ്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക അനുമതിയായി. സന്ദീപിന്റെ റഷ്യൻ യാത്രയെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ സ്വരാജ് റൗണ്ടിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് കോർപ്പറേഷൻ അധികൃതർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ലെന്നും സിദ്ദിഖ്. ചലച്ചിത്ര നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചു. വിടവാങ്ങിയത് ആമേൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ. സംസ്കാരം ശനിയാഴ്ച. പുലിക്കളിയും കുമ്മാട്ടിക്കളിയും നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തൃശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം. ശനിയാഴ്ച ചേരുന്ന കൌൺസിൽ യോഗം നിർണായകം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ടാറിംഗ് തുടങ്ങി. കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്താണ് ടാറിംഗ് നടക്കുന്നത്. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും പ്രസാദ ഊട്ട് നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ. വാർത്തകൾ വിശദമായി. യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് റഷ്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക അനുമതിയായി. ഇതു സംബന്ധിച്ച വിവരം ഇന്ത്യൻ എംബസി അധികൃതർ സന്ദീപിന്റെ കുടുംബത്തെ അറിയിച്ചു. സൈന്യത്തിന്റെ ഔദ്യോഗിക പരിശോധനയും എംബാം ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം നാട്ടിലേക്ക് അയക്കും. റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന കല്ലൂർ നായരങ്ങാടി കാങ്കിൽ സന്ദീപ് യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. റഷ്യൻ പൗരത്വമുള്ള സന്ദീപ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ സൈനിക ആദരവും നൽകിയതിനു ശേഷമേ മൃതദേഹം വിട്ടു നൽകുകയുള്ളൂ. റഷ്യയിലെ റസ്തോവിലെ ആശുപത്രിയിലാണ് സന്ദീപിന്റെ മൃതദേഹം ഉള്ളത്. ഇതിനിടെ കരാറിൽ സംശയം പ്രകടിപ്പിച്ച് കുടുംബം രംഗത്തെത്തി. റഷ്യയിൽ റെസ്റ്റോറന്റ് ജോലിക്കാണ് കൊണ്ടുപോയത് എങ്കിലും ഇലക്ട്രീഷ്യൻ ജോലിയിലേക്ക് മാറ്റുമെന്ന് സന്ദീപ് പറഞ്ഞിരുന്നുവെന്ന് വീട്ടുകാർ അറിയിച്ചു. എന്നാൽ സന്ദീപ് റഷ്യൻ സേനയിൽ ചേരുന്നതിന് ഏജൻസിയുമായി ഏർപ്പെട്ട കരാർ വ്യാജമാണെന്ന് സന്ദീപിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സംശയം പ്രകടിപ്പിച്ചു. അതേസമയം സന്ദീപിന്റെ റഷ്യൻ യാത്രയെക്കുറിച്ച് അന്വേഷിക്കാൻ റൂറൽ SP ചാലക്കുടി DYSPക്ക് നിർദ്ദേശം നൽകി. തൃശൂർ സ്വരാജ് റൗണ്ടിലെ റോഡുകൾ പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായിട്ടും തിരിഞ്ഞു നോക്കാതെ കോർപ്പറേഷൻ അധികൃതർ. നേരത്തെ കോൺക്രീറ്റ് ചെയ്തിരുന്ന റോഡ് പിന്നീട് കുത്തിപ്പൊളിച്ച് മെക്കാഡൻ ടാർ ചെയ്ത് നവീകരിച്ചു. എന്നാൽ ഇപ്പോൾ ഈ റോഡിന്റെ സ്ഥിതി പരിതാപകരമാണ്. ബെനി ടൂറിസ്റ്റ് ഹോമിന് സമീപവും നെഹ്റു പാർക്കിന് സമീപവുമെല്ലാം റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കുഴികളിൽപ്പെട്ട് ഇരുചക്രവാഹനങ്ങൾ വീണ് അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവായതോടെ കഴിഞ്ഞ ദിവസം മെറ്റൽ കൊണ്ടിട്ട് കുഴി നികത്തിയിരുന്നു. എന്നാൽ മെറ്റൽ ഇളകി റോഡിൽ ചിതറിക്കിടക്കുന്നത് കൂടുതൽ അപകടാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. മണികണ്ഠനാൽ ജംഗ്ഷൻ മുതൽ നടുവിലാൽ വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പഴയ ജില്ലാശുപത്രിക്ക് സമീപവും റോഡ് തകർന്നു തുടങ്ങി. തെക്കേ ഗോപുരനട ഭാഗത്തുള്ള സബ്വേക്ക് സമീപം മഴയെ തുടർന്ന് റോഡിൽ അടിഞ്ഞുകൂടിയ മൺതിട്ട നീക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. ഓണത്തിരക്കിലേക്ക് നഗരം കടക്കാനിരിക്കെ റോഡിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെങ്കിൽ സ്വരാജ് റൗണ്ടിൽ ഗതാഗതക്കുരുക്കിന് ഇടയാകും. മഴ മാറി നിന്നിട്ടും റോഡിലെ അറ്റകുറ്റപ്പണികൾ നടത്താത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷവും ഉയർന്നു തുടങ്ങി. TCV ന്യൂസ്, തൃശൂർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. കുറ്റം ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങളുടെ പേരിൽ സിനിമാ മേഖലയെ ആകെ കുറ്റപ്പെടുത്തരുതെന്നും സിദ്ദിഖ് പറഞ്ഞു. സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഇല്ല. ഒരു പവർ ഗ്രൂപ്പിനും സിനിമയെ നിയന്ത്രിക്കാനാകില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം. വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ലെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. സംഘടനയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളിൽ വേദനയുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു. അന്ന് ഞാനും ഇടവേള ബാബുവാണ് അതിൽ പങ്കെടുക്കാൻ പോയത്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ്. അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം. ആമേൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചു. 37 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. തൃശൂർ ചേർപ്പിലെ വസതിയിൽ അവശനിലയിൽ കണ്ടെത്തിയ നിർമ്മലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊമേഡിയനായാണ് നിർമ്മൽ ബെന്നി തന്റെ കരിയർ ആരംഭിക്കുന്നത്.
യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അദ്ദേഹം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. 2012 നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെ ചലച്ചിത്രാഭിനയ രംഗത്തെത്തി. തുടർന്ന് ആമേൻ, ദൂരം എന്നിവയുൾപ്പെടെ 5 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം ശനിയാഴ്ച നടക്കും. കോർപ്പറേഷൻ കൗൺസിൽ യോഗം ശനിയാഴ്ച നടക്കാനിരിക്കെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ഓണാഘോഷം സംബന്ധിച്ച് ടൂറിസം വകുപ്പ് മന്ത്രി പ്രസ്താവന ഇറക്കിയ ഉടൻ ധൃതി പിടിച്ച് പുലിക്കളി വേണ്ടെന്ന് വെച്ച മേയറുടെ തീരുമാനത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. പുലിക്കളിയും കുമ്മാട്ടിക്കളിയും വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചു. പുലിക്കളി വേണമോ വേണ്ടയോ എന്നത് ആലോചിക്കാൻ മേയർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 5-ൽ താഴെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാത്രമാണ് പങ്കെടുത്തത് എന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. അതേസമയം ശനിയാഴ്ചത്തെ കോർപ്പറേഷൻ കൗൺസിൽ യോഗം നിർണായകമാണ്. കൗൺസിൽ യോഗം ചേർന്ന ശേഷം പുലിക്കളി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് മേയർ നേരത്തെ അറിയിച്ചിരുന്നത്. ഇത്തവണ 9 ടീമുകളാണ് പുലിക്കളിക്ക് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനിടെ കുമ്മാട്ടിക്കളിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കുമ്മാട്ടി സംഘങ്ങൾ മേയർക്ക് വീണ്ടും നിവേദനം നൽകി. തൃശൂരിന്റെ തനത് ആഘോഷമായ പുലിക്കളി ഇത്തവണ മുടങ്ങില്ലെന്ന ആഹ്ലാദവുമായി പുലിമുഖങ്ങളും പുലിവേഷങ്ങളുമായി വിപണി ഉണർന്നു. സർക്കാർ തല ഓണാഘോഷങ്ങൾ ഒഴിവാക്കിയെങ്കിലും ഇത്തവണ പുലിക്കളി നടത്തുന്ന കാര്യം കോർപ്പറേഷന്റെ തീരുമാനത്തിന് വിട്ടതോടെയാണ് പുലിക്കളി ഒരുക്കങ്ങൾ വീണ്ടും ആവേശമാകുന്നത്. പുലിക്കളി ആവേശം നെഞ്ചേറ്റാൻ വൈവിധ്യമേറിയ മുഖംമൂടികളും പുലിവേഷങ്ങളും വിപണിയിൽ നേരത്തെ തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. 5 രൂപ മുതൽ 200 രൂപ വരെ വിലയുള്ള പുലിമുഖങ്ങളും 550 രൂപ മുതൽ 2000 രൂപ വരെ വില വരുന്ന പുലിവേഷങ്ങളുമാണ് പുലിക്കളി പ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കടയിലെത്തുന്നവരും വഴിയാത്രക്കാരുമായ കുടുംബങ്ങളിലെ കുട്ടികളിൽ പലരും മുഖം മൂടിയണിഞ്ഞ് പുലിച്ചുവടുകൾ വയ്ക്കുന്നതും കൗതുക കാഴ്ചയായി മാറുകയാണ്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ടാറിംഗ് തുടങ്ങി. കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗമാണ് ടാറിംഗ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് 59 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പിനെ കൈമാറിയത്. പ്രക്ഷോഭ സമരങ്ങൾ രൂക്ഷമായതോടെ മഴ മാറി നിന്ന സാഹചര്യത്തിലാണ് ടാറിംഗ് ആരംഭിച്ചത്. റോഡ് തകർച്ച പരിഹരിക്കാൻ നിരവധി തവണ ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരുന്നു. തൃശൂർ റോഡിൽ മുണ്ടൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗങ്ങളിലാണ് വൻ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകി വരാറുള്ള ശ്രീ ഗുരുവായൂരപ്പ ക്ഷേത്ര കലാ പുരസ്കാരത്തിന് കൂടിയാട്ടം ആചാര്യൻ കലാമണ്ഡലം രാമചാക്യാരെ തിരഞ്ഞെടുത്തു. 55,555 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണപ്പതക്കവും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം അഷ്ടമി രോഹിണി ദിവസമായ തിങ്കളാഴ്ച സമ്മാനിക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ, ഡോക്ടർ എം വി നാരായണൻ, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി എന്നിവർ ഉൾപ്പെട്ട പുരസ്കാര നിർണയ സമിതിയാണ് പുരസ്കാര സ്വീകർത്താവിനെ തിരഞ്ഞെടുത്തത്. കൂടിയാട്ടത്തിന്റെ വളർച്ചയ്ക്കും പ്രോത്സാഹനത്തിനും നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് രാമചാക്യാരെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. അഷ്ടമി രോഹിണി ആഘോഷങ്ങൾക്ക് ഗുരുപവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു. തിങ്കളാഴ്ച നടക്കുന്ന അഷ്ടമി രോഹിണി ആഘോഷത്തിനായി 35,80,800 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും പ്രസാദ ഊട്ട് നൽകും. രാവിലെ 9 മണിക്ക് പ്രസാദ ഊട്ട് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസാദ ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലും ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും പ്രസാദ ഊട്ട് നൽകും. അഷ്ടമി രോഹിണിയുടെ പ്രധാന വഴിപാടായ അപ്പം തയ്യാറാക്കുന്നതിന് 7.25 ലക്ഷം രൂപ വകയിരുത്തി. ഭക്തർക്ക് 35 രൂപയ്ക്ക് അപ്പം ഷീട്ടാക്കാം. ഒരാൾക്ക് പരമാവധി 525 രൂപയുടെ ഷീട്ട് മാത്രമാണ് നൽകുക. പൊതുവരി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിനാകും ദേവസ്വം ഭരണസമിതി മുൻഗണന നൽകുന്നത്. നിർമാല്യം മുതൽ ദർശനത്തിനുള്ള പൊതുവരി ക്ഷേത്രത്തിലേക്ക് നേരെ വിടും. പ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കും. VIP ദർശനങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ നിയന്ത്രണം ഉണ്ടാകും. രാവിലെയും ഉച്ചയ്ക്കും കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. ഉച്ചയ്ക്കും രാത്രി വിളക്കിനും വിശേഷാൽ പഞ്ചവാദ്യത്തിന് തിമിലയിൽ വൈക്കം ചന്ദ്രന്മാരാരും സംഘവും, മദ്ദളത്തിൽ കുനിശ്ശേരി ചന്ദ്രനും സംഘവും, ഇടക്കയിൽ കടവല്ലൂർ രാജുമാരാരും, കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും, ഇലത്താളത്തിൽ പാഞ്ഞാൾ വേലുക്കുട്ടിയും സംഘവും അണിനിരക്കും. ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായമ്പക ഒരുക്കും. രാത്രി വിളക്കിന് വിശേഷാൽ ഇടയ്ക്ക, നാഗസ്വരം, പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, കെ പി വിശ്വനാഥൻ, വി ജി രവീന്ദ്രൻ,
അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശി മരിച്ചു. ഒരാൾ അറസ്റ്റിൽ. 33 വയസ്സുള്ള പത്മനാഭ ഗൌഡയാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്ത് ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 15-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇരുവരും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നു. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ പത്മനാഭ ഗൌഡ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന് മോഷണം. സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത്. തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത്. രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2.5 പവന്റെ സ്വർണ്ണമാലയും 12,000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. മുളകുപൊടി വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട SI സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞാണി തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ ഓട് പൊളിച്ച് അകത്ത് കയറി മോഷണം. കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. കുന്നിന് മുകളിലുള്ള ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഗണപതി പ്രതിഷ്ഠയുടെ മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തി തുറന്നത്. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി സ്ഥലത്തു നിന്നും കണ്ടെത്തി. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ടശാംകടവ് ഗവൺമെന്റ് സ്കൂളിൽ മോഷണം. NSS യൂണിറ്റിന്റെ സ്റ്റോർ മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വിദ്യാർത്ഥികൾ ശേഖരിച്ചു വെച്ച 2,000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സ്കൂളിലെ 3 CCTV ക്യാമറകൾ മോഷണം പോയിരുന്നു. കമ്പ്യൂട്ടർ റൂം തകർത്ത് അകത്ത് കയറി ഉപകരണങ്ങൾ കേടുവരുത്തിയിരുന്നു. ഒരു കേസിലും പ്രതികളെ പിടികൂടുന്നതിന് പോലീസിന് കഴിയുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പ്രിൻസിപ്പാൾ A. ആബീദ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവ് നായ്ക്കൾ കോഴികളെ കൊന്നു. തിപ്പല്ലൂർ അകവളപ്പിൽ രാധാകൃഷ്ണന്റെ വീട്ടിലെ വളർത്തു കോഴികളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. 320 കോഴികളാണ് വീടിനോട് ചേർന്നുള്ള കൂടുകളിൽ ഉണ്ടായിരുന്നത്. കോഴികളെ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു. വീടിന്റെ ഉയരത്തിലുള്ള മതിൽ ചാടിക്കടന്നാണ് നായ്ക്കൾ കോഴികളെ ആക്രമിച്ചത്. 20 കോഴികളെ ചത്ത നിലയിലും 10 കോഴികളെ കടിയേറ്റ നിലയിലും കണ്ടെത്തി. 200-ലധികം കോഴികളെ കാണാനില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ റീന വർഗീസ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി എന്നിവർ വീട് സന്ദർശിച്ചു. KSEB മുൻകൈയെടുത്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ നോക്കുകുത്തിയായി മാറിയെന്ന് കോൺഗ്രസ് നേതാക്കൾ. കോടികൾ ധൂർത്തടിച്ച ഈ പദ്ധതികൾ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചാർജിംഗ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം നടന്നു. വൈദ്യുതി ബസ്സുകൾ ഉൾപ്പെടെ വൈദ്യുതി ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യേതര ഊർജ്ജ ഫണ്ട് ഉപയോഗിച്ച് KSEB സബ്സ്റ്റേഷനുകൾക്കും വൈദ്യുതി ഓഫീസുകൾക്കും അരികിൽ 100 കണക്കിന് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചത്. പക്ഷേ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ തന്നെ നിലവിൽ ഡെൽറ്റ കമ്പനി സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടിരുന്നു. ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും നിരത്തിലിറങ്ങാതെയായി എന്നും കോൺഗ്രസ് ആരോപിച്ചു. പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ നിലവിലെ സ്റ്റേഷനിൽ സാധിക്കാത്ത അവസ്ഥയിൽ ചാർജിംഗ് ഉപകരണങ്ങൾ മുഴുവനായി മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടി വരും. നിലവിൽ 35 ലക്ഷം രൂപയാണ് എങ്കേക്കാട് സ്റ്റേഷനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഒരു വാഹനം പോലും ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ ചാർജ് ചെയ്യാൻ സാധിച്ചില്ല. എങ്കേക്കാട് ചാർജിംഗ് സ്റ്റേഷൻ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തി. കോടികൾ ദൂർത്തടിച്ച പദ്ധതി സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. KSEBിയുടെ ഒരു പുതിയ വരുമാന സ്രോതസ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സബ്സ്റ്റേഷനുകളോടും KSEB ഓഫീസുകളോടും ചേർന്ന് ഇതുപോലുള്ള ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട്. പാരമ്പര്യേതര ഊർജ വികസനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു സാങ്കേതിക തകരാറും ഇതിലുണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ നോക്കാൻ ഒരാൾ പോലും ഇല്ല. ഇത് സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നൽകുമെന്ന് K. അജിത് കുമാർ അറിയിച്ചു. കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ, AS ഹംസ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, CR രാധാകൃഷ്ണൻ, KH സിദ്ദീഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി.
കോടശ്ശേരി മേട്ടിപ്പാടത്ത് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മാരാങ്കോട് ആക്കാമ്പറമ്പിൽ ജോസഫ് മകൻ 36 വയസ്സുള്ള ഷിജോ ആണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. മാരാങ്കോട് നിന്ന് ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ഷിജോയുടെ ബൈക്ക് ചൗക്കയിൽ നിന്നും വന്ന ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. ആരോഗ്യ പരിപാലനത്തിനും ബയോളജിയും കെമിസ്ട്രിയും അടക്കമുള്ള എല്ലാ ശാസ്ത്രശാഖകളെയും ഏകോപിപ്പിക്കണമെന്നും ജനിതക ചികിത്സാ രീതി അനിവാര്യമാണെന്നും തിരുവനന്തപുരം IISRE ഡയറക്ടർ ഡോക്ടർ JN മൂർത്തി പറഞ്ഞു. ജനിതക ചികിത്സാ രീതികൾക്ക് നേതൃത്വം നൽകുന്ന ഓമിക്സ് വിദഗ്ധരുടെ സംഗമം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആരോഗ്യ മേഖലയിലെ ആഗോള കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ സർജറി അടക്കമുള്ള മികച്ച ചികിത്സ ലഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും ഡോക്ടർ JN മൂർത്തി പറഞ്ഞു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിലെ പ്രബന്ധങ്ങളുടെ സമാഹാര ഗ്രന്ഥം ഡോക്ടർ മൂർത്തി പ്രകാശനം ചെയ്തു. കോൺഫറൻസ് ശനിയാഴ്ചയും തുടരും. For autism, the clinician will say, "Oh, there is a genetic hit for this." The real challenge comes is that you don't. ആഭിചാരക്രിയ നടത്തി യുവതിയെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയ കേസിലെ പ്രതികൾ പിടിയിൽ. ചാവക്കാട് തിരുവത്ര രായമരക്കാർ വീട്ടിൽ ജംഷീർ, പുന്ന മുണ്ടോക്കിൽ ഫാറൂഖ് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ പ്രീത ബാബു അറസ്റ്റ് ചെയ്തത്. ഭർത്താവുമായി ജീവിച്ചാൽ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി പരിഹാരമായി ആഭിചാരക്രിയ ചെയ്യുന്നതിനായി യുവതിയുടെ കയ്യിൽ നിന്നും 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ പ്രതികൾ പലപ്പോഴായി വാങ്ങുകയായിരുന്നു. സ്വർണം തിരികെ ചോദിച്ച സമയം യുവതിക്ക് പ്രതികൾ റോൾഡ് ഗോൾഡിന്റെ ആഭരണങ്ങൾ തിരികെ നൽകി വിശ്വാസവഞ്ചന ചെയ്യുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, അനസ്, വിനീത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഖാദി വസ്ത്രങ്ങൾക്ക് വലിയ വിലയുണ്ടെങ്കിലും മേഖലയിലെ നെയ്ത്തുകാരായ തൊഴിലാളികളുടെ ജീവിതം ഇഴപൊട്ടിയ നിലയിലാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലാണ് നെയ്ത്ത് നടക്കുന്നത്. 2023 ഏപ്രിലിൽ വർദ്ധിപ്പിച്ച നിരക്കനുസരിച്ച് 1 മീറ്റർ വസ്ത്രത്തിന് 37.45 രൂപയാണ് ലഭിക്കുന്നത്. കൂലി കുറവായതിനാൽ ഈ മേഖലയിലേക്ക് പുതിയ തലമുറയിൽ നിന്ന് ആരും കടന്നു വരുന്നില്ലെന്നതും പ്രതിസന്ധിയാണ്. ഇവർക്ക് നേരത്തെ ലഭിച്ചിരുന്ന മിനിമം വേതനം 15 മാസമായി നൽകുന്നില്ല. തൊഴിലാളികളുടെ കൂലിയിൽ നിന്ന് ബോർഡ് പിടിക്കുന്ന വിഹിതമാണ് കൊടുക്കാനുള്ളത്. പതിറ്റാണ്ടുകളായി ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഈ മേഖലയിലുള്ളത്. നെയ്ത്ത് കേന്ദ്രത്തിലും വീട്ടിലുമായി ശരാശരി 11 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരുണ്ട്. വീട്ടിലിരുന്ന് നൂല് ശരിയാക്കി ചുറ്റിക്കൊണ്ടുവന്നാണ് ജോലി ചെയ്യുന്നത്. 1982 ഒക്ടോബർ 16 ആരംഭിച്ച പൂപ്പത്തിയിലെ ഖാദി ബോർഡിൻ്റെ നെയ്ത്തുശാലയിൽ 20 തൊഴിലാളികൾ വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 പേരിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഒരു മാസം ശരാശരി 90 മീറ്റർ തുണി നെയ്തെടുക്കുന്ന തൊഴിലാളിക്ക് 2966 രൂപയാണ് വെൽഫെയർ ഫണ്ട് പിടിച്ച ശേഷം ലഭിക്കുന്നത്. നൂലുൽപാദനത്തിൽ 10 പേർ ജോലി ചെയ്യുന്നുണ്ട്. ഒരു തൊഴിലാളി ദിവസവും ശരാശരി 24 കഴി വരെ നൂൽ ഉൽപ്പാദിപ്പിക്കും. 14-ാം വയസ്സ് മുതൽ നെയ്ത്ത് ജോലി തുടങ്ങിയവരും തൊഴിലാളികൾക്കിടയിലുണ്ട്. TCV ന്യൂസ്, മാള. ഓണത്തിന് വിൽപ്പന നടത്തുവാനായി ചാരായം വാറ്റിയിരുന്ന അച്ഛനെയും മകനെയും ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി വടക്കുംചേരി വീട്ടിൽ രാജൻ, മകൻ ആദർശ് എന്നിവരെയാണ് ഗുരുവായൂർ പോലീസ് SHO C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരുടെ വീട് റെയ്ഡ് ചെയ്യുകയായിരുന്നു. 1.8 ലിറ്റർ ചാരായവും 20 ലിറ്റർ വാഷും പോലീസ് പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വയനാട്ടിലെ വിദ്യാലയത്തിന് സ്മൃതി ശിലാവലയം തീർത്ത് വലപ്പാട് GDM സ്കൂളിലെ കുരുന്നുകൾ. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതി വലയമൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും. വലപ്പാട് GDM LP സ്കൂളിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വീണ്ടെടുപ്പിനായി വിദ്യാലയങ്കണത്തിലെ ഗാന്ധിമരത്തണലിൽ കരിങ്കൽ ശിലകളാൽ സ്മൃതി വലയം തീർത്തത്. 100 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള ശിലാവലയത്തിൽ വയനാടൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഗോത്രകലയായ വാർലി ചിത്രങ്ങളാൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകൾ ശിലാവലയത്തിലുണ്ട്. വെള്ളാർമല വിദ്യാലയത്തിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപമാതൃകകളും വിദ്യാർത്ഥികൾ ശിലാവലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വയനാടിന്റെ പ്രത്യാശയുടെ പ്രതീകമായി പട്ടങ്ങളും വൃക്ഷശിഖരങ്ങളിൽ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഈ ഭൂമിയിലുണ്ട്, അത്യാഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഇവിടെയില്ല എന്ന ഗാന്ധി വചനവും ശിലാവലയത്തിലുണ്ട്. പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുമ്പോഴും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് വിസ്മൃതിയിലാണ്ട് പോവുകയാണ് പതിവ്. എന്നാൽ
ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. മനുഷ്യൻ്റെ അശ്രദ്ധമായിട്ടുള്ള പ്രകൃതി ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതുതലമുറയിൽ ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സന്ദേശം പകരുന്നതിനും വേണ്ടിയാണ് ഈ ശിലാവലയം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ദുരന്തത്തിന്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ശിലാവലയം. TCV ന്യൂസ്, കയ്പമംഗലം. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് നേടിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ അശ്വിനി വെൽഫെയർ സൊസൈറ്റി അനുമോദിച്ചു. അശ്വിനി സ്റ്റാഫ് വെൽഫെയർ സൊസൈറ്റിയുടെ ഉദ്ഘാടനം വിദ്യാധരൻ മാസ്റ്റർ നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ AC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, സ്റ്റാഫ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് സന്തോഷ് കോലഴി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. വ്യത്യസ്ത രുചിവൈവിധ്യങ്ങളുമായി തൃശൂർ നിവാസികളുടെ മനം നിറച്ച കാനറി ഗ്രൂപ്പിന്റെ പുതിയ റെസ്റ്റോറന്റ് കുറുക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ കൂർക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച കെനറി റെസ്റ്റോറന്റിന്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം കെനറി ഗ്രൂപ്പ് സാരഥി സന്തോഷ് കുമാറിന്റെ മകൻ സമ്പത്ത് നിർവഹിച്ചു. മാതാവ് സാവിത്രി ഭദ്രദീപം തെളിയിച്ചു. കെനറി സാരഥി സന്തോഷ് കുമാർ ആദ്യ വിൽപ്പന നടത്തി. സഹോദരി ഭർത്താവ് സതീശൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ചടങ്ങിൽ കെനറി കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാവിൽ രുചിയൂറുന്ന വ്യത്യസ്തങ്ങളായ ഇന്ത്യൻ വിഭവങ്ങൾക്ക് പുറമെ ഇറ്റാലിയൻ, അറബിക്, ചൈനീസ്, തായ്, ഫ്യൂഷൻ തുടങ്ങിയ രുചി വൈവിധ്യങ്ങളും കെനറി റെസ്റ്റോറന്റിൽ നിന്ന് അനുഭവിച്ചറിയാവുന്നതാണ്. കൂടാതെ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് ജാപ്പനീസ് സ്പെഷ്യൽ വിഭവമായ A5 ഗ്രേഡ് വ്യാഗ്യു ബീഫും ഇമ്പോർട്ടഡ് സാൽമണും കെനറിയിൽ ലഭ്യമാണ്. 12 മണിക്കൂർ സ്ലോ കുക്കിംഗ് റിബ്സും കെനറിയുടെ മാത്രം പ്രത്യേകതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7045673333. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,280 രൂപ, വെള്ളി ഗ്രാമിന് 91 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3286 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. യുക്രൈനിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് റഷ്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക അനുമതിയായി. സന്ദീപിന്റെ റഷ്യൻ യാത്രയെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ സ്വരാജ് റൗണ്ടിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ, ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് കോർപ്പറേഷൻ അധികൃതർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ലെന്നും സിദ്ദിഖ്. ചലച്ചിത്ര നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചു. വിടവാങ്ങിയത് ആമേൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ. സംസ്കാരം ശനിയാഴ്ച. പുലിക്കളിയും കുമ്മാട്ടിക്കളിയും നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തൃശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം. ശനിയാഴ്ച ചേരുന്ന കൗൺസിൽ യോഗം നിർണായകം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ടാറിംഗ് തുടങ്ങി. കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്താണ് ടാറിംഗ് നടക്കുന്നത്. അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും പ്രസാദ ഊട്ട് നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.